ചായക്കടയിലേക്കാണ്. നൂറ്റാണ്ടിന്റെ ചായക്കട. ഇതങ്ങ് ചൊവ്വയിലാണ്. ഏതോടെ അവിടെയല്ല, കണ്ണൂരിലെ താഴെ ചൊവ്വയിൽ. സജോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൊവ്വയിലേക്കാണ് ഇന്നത്തെ കണ്ണൂരിലെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ചൊവ്വ ഗ്രഹത്തിലേക്കല്ല. ചൊവ്വ, ഇടച്ചൊവ്വ, മേലെ ചൊവ്വ, താഴെ ചൊവ്വ എന്നിവയെല്ലാം കണ്ണൂരിലെ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരു നൂറ്റാണ്ട് നീണ്ട കഥ പറയാനുണ്ട് കറുവേട്ടന്റെ കാപ്പിക്കടയ്ക്ക്. കറുവേട്ടന്റെ മക്കളാണ് ഇപ്പോൾ കടയുടെ നടത്തിപ്പ്. ഇതാണ് നേരത്തെ പറഞ്ഞ താഴെ ചൊവ്വയിലെ ആ സ്പെഷ്യൽ സ്ഥലം, കറുവേട്ടന്റെ കാപ്പിക്കട. കൗതുകം നിറഞ്ഞ ധാരാളം സവിശേഷതകളുള്ള, ഒരുപാട് പാരമ്പര്യമുള്ള കൊച്ചു കടയാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്ന് നോക്കാം. കപ്പ, കാപ്പി, അച്ചാർ, അതാണ് സ്പെഷ്യൽ. പിന്നെ ഉച്ചക്ക് കഞ്ഞി, ചെറുപയർ പൊയ്ക്ക്. ഫേമസ് കപ്പയും അച്ചാറും കാപ്പിയാണ് കേട്ടത്. അതെ അതെ, അങ്ങനെ തന്നെ. ഞാൻ കേട്ടത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ കടയ്ക്കാണോ? അച്ഛൻ തുടങ്ങി വെച്ച് മക്കളാൽ അത് അങ്ങ് തുറന്ന് കൊണ്ടുപോകുന്നു. എത്ര വർഷമായിക്കാണ് ഏകദേശം? 100 വർഷം ഏകദേശം ആയിട്ടുണ്ടാവും. 100 കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. അച്ഛൻ തുടങ്ങി വെച്ചത് മക്കളാൽ അത് തുറന്ന് കൊണ്ടുപോകും. അതിന് വേറെ ഒരു കോട്ടം വെട്ടാൻ. ആ പഴമേനെ കാത്തു സൂക്ഷിക്കുക, അതാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. കാരണം അങ്ങനെ ആകുമ്പോൾ എല്ലാം നമുക്ക് അടിച്ചു നടത്തിയിട്ട് നമുക്കെല്ലാം ചെയ്തൂടെ? വേണ്ട, ആ പഴമേനെ നിലനിർത്തുക. അച്ഛൻ്റെ ആ ഇത് എങ്ങനെയാണ് അതുപോലെ കൊണ്ടുവരുന്നത്. കപ്പയും അച്ചാറും കാപ്പിയുമാണ് സ്പെഷ്യൽ. വിഭവങ്ങൾ വേറെയുമുണ്ട്. മധുര പലഹാരങ്ങൾ മുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ ഈ കൊച്ചുകടയിൽ ലഭിക്കും. പഴമയുടെ തുടർച്ച. നല്ല അഭിപ്രായം പറയാനുള്ളൂ. കിഴങ്ങൊക്കെ നല്ല ചുക്ക് കാപ്പിയുണ്ട്. ആവശ്യമുള്ള മുറുക്ക്, അവില്, മിക്സ്ചർ എല്ലാം മിക്സാക്കി കഴിക്കുക എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മറ്റുള്ള പുറത്ത് പോയിട്ട് മറ്റേ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വയറുവേദന അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ല, നാച്ചുറൽ ഫുഡാണ്. വീട് രാവിലെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് കാപ്പിയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം കഴിച്ചതിന് അതുവരെ ഉണ്ടാവും കുടലിൽ. നല്ല ചാപ്പാടാണ്. പഴയ കാലേ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നതാണ്. എൻ്റെ ചെറുപ്പം മുതലേ കഴിക്കുന്നത്. കപ്പി അച്ചാറും കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വേറെ ഒന്നും കഴിക്കണ്ട. ഇവിടെ പല പ്രത്യേകതയുള്ള ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പയും അച്ചാറും കാപ്പിയാണ്. കാപ്പിയും കൂടെ തരണേ. കാപ്പിയും നമുക്ക് നോക്കാം. വേറെ ഇവിടെ മിക്സറുണ്ട്, അവിലുണ്ട്, അങ്ങനെയുള്ള പല കഞ്ഞിയുണ്ട്, പല ഐറ്റം ഉണ്ട്. എങ്കിലും നമ്മൾ ഒരു ഐറ്റം മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ഐറ്റമാണ്. ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ 2 തരം കാപ്പിയാണുള്ളത്. ഒന്ന് വെള്ളക്കാപ്പി, ചുക്ക് കാപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളക്കാപ്പിയാണ്. വെള്ളക്കാപ്പി ഒന്ന് കുടിച്ചു നോക്കാം. ഇത് കൊള്ളാട്ടോ, ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും. ഒരു പരമ്പരാഗത ശൈലിയിലുള്ള കാപ്പിയാണ്. പല സ്ഥലത്തും പല വ്യത്യസ്ത സ്റ്റൈലുകളിലുണ്ട്. അതിൽ ഒരു പരമ്പരാഗത ശൈലിയാണ്. കൊള്ളാം, അടിപൊളിയായി. ഞാൻ 1973 കടയായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അന്ന് ഇതേമാതിരി തന്നെ എല്ലാ ഐറ്റംസും തുണിത്തരങ്ങളും എല്ലാം, അതായത് മുട്ടുസൂചി മുതൽ സകല സാധനങ്ങളും ഈ ചെറിയ കടയിലുണ്ടായി. കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ ചിലവിൽ അന്ന് നല്ല ഭക്ഷണം നമുക്ക് കവർ ചെയ്യലുണ്ട്. ഇന്നും അതിൽ മാറ്റമൊന്നുമില്ല.
ന്യൂജൻ ഫുഡ് സ്പോട്ടുകളുടെ കാലമാണ്. അതിനിടയിൽ ഇങ്ങനെ പഴമയുടെ രുചിയും സൗന്ദര്യവും പ്രസരിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ഒരു ബോർഡോ പേരോ ഇല്ലാതിരുന്നിട്ട് പോലും കറുവേട്ടൻ്റെ കട കാലത്തെ അതിജീവിച്ച് അങ്ങനെ തുടരുകയാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. ഇപ്പൊ പുള്ളിയല്ലേ ചൊവ്വയിലെ നൂറ്റാണ്ടിന്റെ ചായക്കട. അപ്പോൾ അതിനകത്ത് വെല്ലമിട്ട ചായ എന്ന് സജോ പറഞ്ഞു. അത് മനസ്സിലായോ എന്താണെന്ന്? ഈ വെല്ലം എന്ന കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ വെല്ലം എന്ന് വെച്ചാൽ ശർക്കരയാണ്, ശർക്കര ഇട്ട ചായ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും വരൂ റൈഡിംഗ് റിപ്പോർട്ടറുമായി എന്നാണ് പറയുന്നത്. ഇടുക്കി കുളമാവ് മൂന്നുമറ്റത്തേക്ക് വന്നോളൂ, മഴക്കാലത്ത് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ടിനു തോമസ് പറയുന്നു. അങ്ങനെ ഇടുക്കിയിലേക്ക് ഒരുപാട് ക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കാണാൻ വരണമെന്നൊക്കെ. വരും, ഓരോന്നോരോന്നായി നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു കാര്യം പറയാം. ചേറും ചെറാടിയും പറഞ്ഞൊരു കാര്യമുണ്ട്. നട്ടുച്ചയ്ക്ക്, അതൊരു ഓർമ്മ പങ്കുവെക്കുകയാണ് ചേറും ചെറാടിയും. നട്ടുച്ചയ്ക്ക് ഇരുട്ട് പരത്തുന്ന പെരുമഴയിൽ ഓടിട്ട എൻ്റെ പഴയ വീടിൻ്റെ വരാന്തയിൽ അപ്പൂപ്പൻ്റെ ചാറ് കസേരയ്ക്ക് താഴെയിരുന്ന് നല്ല ചൂട് കപ്പലണ്ടിയും കട്ടൻ കാപ്പിയും കുടിച്ചൊരു കാലം ഇന്നീ മരുഭൂമിയിൽ ഇരുന്ന് ഓർക്കുന്നു എന്ന് പറയുന്നു ചേറും ചെറാടിയും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഈ മഴക്കാലത്തെയും മഴക്കാല ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരും. അത്തരം ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.